പ്രധാന പ്രതിയായ ഇത്രയും കൊടും ക്രൂരത ചെയ്ത ഭ്രൂണഹത്യ വരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഈ കൊടും ക്രൂരത ചെയ്ത രാഹുൽ എവിടെ? കോൺഗ്രസിന്റെ MLA എവിടെ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. രാഹുൽ രാജ്യം വിട്ടോ? രാജ്യം വിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രാഹുൽ കേരളം വിടാനുള്ള സാധ്യതയുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പാലക്കാട് വഴി കോയമ്പത്തൂരേക്ക് കടന്നിട്ടുണ്ട്, അതുവഴി തമിഴ്നാട്ടിൽ സജീവമാകുന്നുണ്ട് എന്ന ചില സൂചനകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇന്നലെ ഓഫായ ഫോണാണ്, ഇന്ന് രാവിലെ വീണ്ടും അത് ഓണായി, പിന്നെ വീണ്ടും ഓഫ് ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒളിവിലിരുന്ന് രാഹുൽ കൃത്യമായി തന്നെ മുൻകൂർ ജാമ്യത്തിനാണ് നീക്കങ്ങൾ സജീവമാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ എവിടെ? ഒരു ജനപ്രതിനിധി കൂടിയാണ്. രാഹുലിനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ അരുൺ? ശ്യാമ, കഴിഞ്ഞ 18 മണിക്കൂറിലേറെ നേരമായി, അതായത് ഈ യുവതി പരാതി നൽകിയ വാർത്ത ഇന്നലെ വൈകിട്ടോടുകൂടെയാണ് പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം തന്നെയായിരുന്നു ആ വാർത്ത വായിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് തുടങ്ങി ഇപ്പോൾ ഈ 1 മണി സമയം വരെ 18 മണിക്കൂറായി രാഹുലിന് വേണ്ടി മാധ്യമങ്ങൾ രാഹുലിനെ അന്വേഷിക്കുന്നു. രാഹുൽ ഇതുവരെയും ഒരു പ്രതികരണത്തിനോ മറ്റോ ഒന്നും തയ്യാറായിട്ടില്ല. ഇടയ്ക്ക് ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇടുകയുണ്ടായി. അതിനുശേഷം, അതായത് കൃത്യമായ സമയം പറയുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഒരു 4:50 കൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരത്തിൽ നിന്നും കണ്ണാടി പഞ്ചായത്തിൽ, അതായത് നഗരത്തിന്റെ തൊട്ടടുത്തുള്ള കണ്ണാടി പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പോയത്. അതിനുശേഷം ഈ വാർത്താ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് രാഹുൽ അവിടെ എത്തിയ ആ സമയത്ത്, അതായത് 4:50 ശേഷമാണ് മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നത്. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ 4:55 രാഹുൽ ആ കണ്ണാടിയിൽ നിന്നും തിരിച്ച് പാലക്കാട് നഗരത്തിലേക്ക് വരികയുണ്ടായി. 5:15 രാഹുൽ പാലക്കാട് MLA ഓഫീസ് ഭാഗത്തേക്ക് എത്തി. ആ MLA ഓഫീസിന്റെ ഭാഗത്ത് വെച്ചാണ് രാഹുലിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയത്. അവിടെ നിന്നും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം പിന്നീട് രാഹുലിന്റെ അനുയായികളുടെ അല്ലെങ്കിൽ രാഹുലിന്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ ഒക്കെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മാത്രമാണ് രാഹുലിന്റെ ഫോണ് പിന്നെ ഒരു തവണ ഓൺ ചെയ്തത്. അതൊരു 7:30 കൂടിയാണ്. അതും കുറച്ച് അല്പസമയം മാത്രമായിരുന്നു. അതിനുശേഷം വീണ്ടും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ടോ അതോ പാലക്കാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും രാഹുലിന്റെ ഫോണിൽ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് തമിഴിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലോ ഒന്നുമല്ല സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തു നിന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഹുലിന്റെ ഫോണുകൾ പാലക്കാടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. അതിനപ്പുറം രാഹുൽ കേരളത്തിൽ തന്നെയുണ്ട്. ഫോണുകളൊക്കെ ഇവിടെ വെച്ച് ചിലപ്പോൾ തന്ത്രപരമായി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്ത്രപരമായി ഫോണുകളോ മറ്റോ ഇവിടെ വെച്ച് മറ്റെവിടേക്കെങ്കിലും മറ്റു സംസ്ഥാനത്തേക്ക് മുങ്ങിയതാണോ അതല്ല മറ്റ് ജില്ലകളിൽ എവിടെയെങ്കിലും മുങ്ങിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നിലവിൽ പാലക്കാട്ടെ രാഹുലിന്റെ MLA ഓഫീസ് എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടെ പൂട്ടി അവർ അവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എങ്കിൽ ഇന്ന് രാവിലെ ഏതാനും സ്റ്റാഫുകളൊക്കെ എത്തി MLA ഓഫീസ് തുറന്നിട്ടുണ്ട്. പക്ഷേ MLA ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിലും MLA അവിടെ ഇല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം നേരത്തെ ശ്യാം ചോദിച്ചതിലേക്ക്, അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ രാഹുലിന് ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസിനും ഇതുവരെ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പലർക്കും രാഹുൽ എവിടെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം FIR-ലൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്രയും വേഗം കടക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിലവിലൊരു മെല്ലെപ്പോക്ക് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല. പോലീസ് ഇനിയും രാഹുലിനെ വരും മണിക്കൂറുകളിലും രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് BJP ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് എത്രത്തോളം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും, എന്താണ് പോലീസ് ചെയ്യുക എന്നുള്ളത് തങ്ങൾ വീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു അല്പസമയം മുൻപ് വാർത്താസമ്മേളനം നടത്തിയ BJPയുടെ പാലക്കാട്ടെ നേതാക്കളായ പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. രാഹുൽ ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് പാലക്കാട് നിന്നും നമുക്ക്
നൽകാൻ ഉള്ളത്. അതേസമയം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് രാഹുൽ രാജ്യം വിടാനുള്ള സാധ്യത അത് തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒന്നുകിൽ പാലക്കാടോ മറ്റ് ജില്ലകളിലേക്കോ കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. മറ്റൊന്ന് സംസ്ഥാനം വിട്ടോ എന്നുള്ള കാര്യത്തിലും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യം തന്നെയാണ്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഉത്തരം നൽകേണ്ടത് കേരള പോലീസ് തന്നെയാണ്, അന്വേഷണ സംഘം തന്നെയാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അതിജീവിത പരാതിയുമായി എത്തിയപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ADGP H വെങ്കടേഷിനെ വിളിച്ചു വരുത്തുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ദ്രുതഗതിയിൽ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചതാണ് അടുത്ത നടപടിയിലേക്ക് കടക്കാൻ. കാരണം ഇന്നലെ തന്നെ മൊഴിയൊക്കെ വിശദമായി തന്നെ എടുത്ത ശേഷവും പിന്നെ എന്താണ് ഒരു മെല്ലെപ്പോക്ക് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. രാഹുൽ 3-4 തവണ ഫോൺ ഓഫാക്കി അഭിഭാഷകരെ കൃത്യമായി തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പോലും കിട്ടുന്നു. എന്നിട്ട് പോലും രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കുന്നില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്.